ഒരു തൊപ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ തൊപ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ബ്ലോഗ് കണ്ടിട്ട് പല ആളുകളും ഇൻഫ്ലുവൻസർമാരായി പോകുന്നവരുണ്ട്. അവന്റെ ബ്ലോഗ് കണ്ടിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചെറിയ കുട്ടികള് നമ്മുടെ വീടുകളിലും നമ്മുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവും. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മള് ഈ ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ മനസ്സിലാകും എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകള് അവരിൽ നിന്നും പിരിഞ്ഞു പോയപ്പോ ഒരു കൂട്ടം ആളുകള് തൊപ്പിയുടെ രഹസ്യങ്ങൾ വിളിച്ചു പറയുന്നു, ഒരു കൂട്ടം ആളുകള് മറ്റവന്റെ രഹസ്യം വിളിച്ചു പറയുന്നു. ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നത് 2 കൂട്ടരും പക്കാ തെമ്മാടിത്തരമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമ്മുടെ മക്കളുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് തൊപ്പി പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഞാനങ്ങനെ കള്ളൊന്നും കുടിക്കാറില്ല, ലഹരിയൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ ഈ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്ത് വന്നിട്ട് ചില ആളുകൾ നിർബന്ധിക്കാറുണ്ട് കള്ളുകുടിക്കാൻ. ഞാൻ എന്റെ ബിസിനസിന്റെ ആവശ്യപ്രകാരം ഞാൻ ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, കള്ളുകുടിക്കാറുണ്ട്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാറുള്ളൂ, ഒറ്റ ചോദ്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നാളെ തന്റെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരാളെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി വ്യഭിചരിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബിസിനസിന് വേണ്ടി ചെയ്യുമെന്നാണ് അതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഇത്തരത്തിലുള്ള ബ്ലോഗുകളൊന്നും കാണിക്കാൻ പാടില്ല. അതില് വ്യഭിചരിച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്, സിന്തറ്റിക് ഡ്രഗ്സിന് അടിമയായിട്ടുള്ളവരാണ് ആ ഗ്യാങ്ങിലുള്ളവര്. അവര് യൂട്യൂബിന്റെ മുമ്പിൽ വന്നിട്ട് അവര് പറയാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആ പെണ്ണിന്റെ കൂടെ പോയി കിടന്നിട്ടുണ്ട്, ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഡ്രഗ്സ് അടിച്ചിട്ടുണ്ട്. അതൊന്നും വലിയ തെറ്റല്ല എന്ന രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോടും ഉമ്മമാരോടും പറയാനുള്ള ഒരു കാര്യമാണ് പറയുന്നത്, നമ്മുടെ മക്കളെ അതുപോലെ തോന്നിയവാസം കാണിക്കുന്ന ബ്ലോഗ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമ്മുടെ മക്കളെ എന്ത് ചെയ്യാൻ മാറ്റി നിർത്താൻ ശ്രമിക്കാം. ഇപ്പൊ ഞാൻ തന്നെ ഓർക്കാണ്, ഞാന് കുറച്ചാൾ മുമ്പ് ഹനാഷ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനെതിരെ ഞാൻ പ്രസംഗിച്ചപ്പോ ഈ തൊപ്പി എന്ന് പറയുന്ന ആള് വന്നിട്ട് എനിക്കെതിരെ കുറെ ട്രോളുകൾ ഉണ്ടാക്കി, എനിക്കെതിരെ കുറെ വീഡിയോ ഒക്കെ ഉണ്ടാക്കി, ഭയങ്കര റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓന്റെ ചാനലൊക്കെ ഇടുകയുണ്ടായി. ഞാൻ ആദ്യം എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാ നമ്മൾ ദീൻ പറയുമ്പോ ആ ദീനിനെതിരെ വന്നിട്ട് ഉസ്താദന്മാർക്കെതിരെ വന്നിട്ട് ഈ കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും ഒക്കെ പെണ്ണിന്റെ കൂടെ കിടന്നിട്ട് സ്വന്തം വാപ്പി ഉമ്മയും പോലും നോക്കാതെ കിടന്നിട്ട് നമ്മൾ ഉസ്താദന്മാരെ വന്ന് കുറ്റം പറയും എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഞാൻ അറിയിക്കുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, യൂട്യൂബുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെട്ടവരാണെങ്കിൽ അവർക്കെല്ലാം ഇതിന്റെ വസ്തുത അറിയാം. നമ്മളൊരു കാരണവശാൽ